നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കും തടുക്കാനാവാത്ത ആ ഒരു അൺസ്റ്റോപ്പബിൾ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് അങ്ങനൊരു കരുത്ത് നേടാൻ കഴിയുക, നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മളൊരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അഥവാ ഒരു വിജയം കിട്ടിയാൽ വിചാരിക്കും എല്ലാം കഴിഞ്ഞെന്ന്. പക്ഷെ സത്യമതല്ല. യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. ഒരു കപ്പ് കിട്ടിയെന്നോ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്നോ വെച്ച് കഥ തീരുന്നില്ല. ശരിക്കുള്ള പണി തുടങ്ങുന്നതേയുള്ളൂ. അതെ, കഥ അവസാനിച്ചിട്ടില്ല. ഓരോ ഫിനിഷിംഗ് ലൈനും ഒരു പുതിയ തുടക്കമാണ്. ഇത് സ്വയം പുതുക്കി പണിയുന്ന, നമ്മുടെ തന്നെ ഒരു പുതിയ മികച്ച പതിപ്പായി മാറാനുള്ള ഒരു അവസരമാണ്. അതാണ് ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ്. കാരണം ഒരു തവണ വിജയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കിട്ടിയ വിജയത്തിൽ വെറുതെ ഇരിക്കാതെ നമ്മുടെ കഴിവിൻ്റെ അതിരുകളെ, നമ്മുടെ ക്ഷമയെ, നമ്മുടെ ലിമിറ്റുകളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കരുത്തരാകുന്നത്. അപ്പോൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്താൻ, ആ ഒരു എഡ്ജ് കിട്ടാൻ നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും. അതിനു വേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത കഠിനാധ്വാനവും സമർപ്പണവുമാണ്. ഒരു ഒഴികഴിവും അവിടെ വിലപ്പോവില്ല. എന്തൊക്കെയാണ് ആ വിലകളെന്ന് നോക്കാം. ആദ്യം തന്നെ വീക്കെൻഡുകൾ. അതും മറന്നേക്കൂ. മറ്റുള്ളവരൊക്കെ വിശ്രമിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനായി പണിയെടുക്കുകയായിരിക്കും. ആ ഒരു ത്യാഗം ഈ യാത്രയുടെ ഭാഗമാണ്. വീക്കെൻഡുകൾ മാത്രമല്ല, ഹോളിഡേയ്സ് അതും ഉണ്ടാവില്ല. ഈ സമർപ്പണമെന്ന് പറയുന്നത് കുറച്ചു ദിവസത്തേക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ വ്യക്തിപരമായ സമയം പോലും നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി കൊടുക്കേണ്ടിവരും. ആഘോഷങ്ങളും യാത്രകളുമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടിവരും. ചുരുക്കി പറഞ്ഞാൽ, ഒരു ദിവസം പോലും നമുക്ക് ഓഫില്ല. ഇതിനു വേണ്ടത് ഒരു സമ്പൂർണമായ സമർപ്പണമാണ്. നമ്മുടെ കാലണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം മാത്രമായിരിക്കണം. വിശ്രമിക്കാൻ നേരമില്ല, ലക്ഷ്യം മാത്രം മുന്നിൽ. നമ്മുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്തു, ഇനി ഒരിഞ്ച് മുന്നോട്ടു പോകാൻ വയ്യ എന്ന് തോന്നുന്നൊരു നിമിഷം വരുമല്ലോ. എല്ലാവരുടെയും ജീവിതത്തിൽ വരും. ആ നിമിഷം ആ ക്ഷീണത്തെയും വേദനയും ഒക്കെ മറികടന്ന ഒരൊറ്റ സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെക്കണം. അവിടെയാണ് യഥാർത്ഥ വിജയം കാത്തിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന കഠിനാധ്വാനത്തേക്കാളൊക്കെ വലിയൊരു തടസ്സമുണ്ട്. അത് പുറത്തുള്ള ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന അശക്തി, ഭയം, അതിനെയാണ് നമ്മൾ ആദ്യം ജയിക്കേണ്ടത്. കാരണം ഓരോ ഭയത്തിൻ്റെയും മറുഭാഗത്താണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിൽക്കുന്നത്. അപ്പോ എന്താണ് ഈ ഭയം? ശരിക്കും പറഞ്ഞാൽ ഭയമെന്ന് പറയുന്നൊരു സാധനം യഥാർത്ഥത്തിലില്ല. അത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. നമ്മളാണ് അതിനെ സൃഷ്ടിക്കുന്നത് എന്നതുകൊണ്ട് അതിനെ തകർക്കാനും നശിപ്പിക്കാനുമുള്ള ശക്തിയും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ ഭയത്തിൽ നിന്ന് ഓടി ഒളിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടാകും, പക്ഷെ ശരിക്കും ജീവിക്കുകയായിരിക്കില്ല. അതല്ലെങ്കിൽ ആ ഭയത്തെ നേർക്കുനേർ നേരിടാം. അപ്പോഴാണ് നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നോ ആ വ്യക്തിയായി മാറുന്നത്. ജീവിതത്തിൽ വീഴാത്തവരായി ആരും കാണില്ല, അതുറപ്പാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ വീഴും. പക്ഷെ ചോദ്യം അതല്ല, ആരാണ് വീണെടുത്തു നിന്ന് എഴുന്നേറ്റ് നിന്ന് വീണ്ടും മുന്നോട്ടു പോകുന്നത്? അതാണ് പ്രധാനം. ഒരാളുടെ ശക്തിയുടെ അളവുകോൽ അതുതന്നെയാണ്. അപ്പോൾ ഭയത്തെ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ അടുത്തത് വിശ്വാസമാണ്. നമ്മളെക്കൊണ്ട് സാധിക്കും, നമ്മളത് നേടും എന്നുള്ള ഉറച്ച വിശ്വാസം. ആ ഒരൊറ്റ വിശ്വാസത്തിന് നമ്മുടെ ലോകത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ കഴിയും. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഏതൊരു പോരാട്ടത്തിലും ശരീരം കൊണ്ട് ജയിക്കുന്നതിനു മുൻപ് നമ്മൾ മനസ്സുകൊണ്ട് ജയിച്ചിരിക്കണം. കളത്തിലിറങ്ങുന്നതിനു മുൻപേ വിജയം നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കണം. ആ ഒരു മാനസിക വിജയമാണ് യഥാർത്ഥ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ഭാവനയെ വെറും സങ്കല്പങ്ങളായി കാണരുത്. അതൊരു സാധാരണ സ്വപ്നമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു പ്രിവ്യൂ ആണ്. ഒരു സിനിമയുടെ ട്രെയിലർ പോലെ. നമ്മൾ എന്ത് ഭാവന കാണുന്നുവോ അതാണ് നമ്മുടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇതോടെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്കെത്തുകയാണ്. ഇവിടെയാണ് നമ്മളൊരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നിന്നുയർന്ന് ഒരു ആശയമായി, ഒരു ആദർശമായി മാറുന്നത്. നമ്മുടെ വ്യക്തിപരമായ പരിമിതികളെല്ലാം മറികടക്കുന്ന ഒരു വലിയ മാറ്റം. ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഒരു ഇതിഹാസമായി മാറാൻ വ്യക്തമായ 3 വഴികളുണ്ട്. 1. നിങ്ങൾ വെറുമൊരു മനുഷ്യനാണ് എന്ന ചിന്ത മാറ്റുക. 2. ഒരു വലിയ ആദർശത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ വേറൊന്നായി മാറും, ഒരു ഇതിഹാസം, ഒരു ലെജൻഡ്. ഈ വലിയ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് നമ്മളെടുക്കുന്ന ശക്തമായ ചില തീരുമാനങ്ങളിലൂടെയാണ്. അതിലൊന്ന് ഇതാണ്: ഞാൻ ഉയരാൻ തിരഞ്ഞെടുക്കുന്നു, വീഴാനല്ല. ഇത് നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്നൊരു പ്രഖ്യാപനമാണ്. അടുത്ത പ്രഖ്യാപനം ഇതാണ്: ചരിത്രം എന്നെ ഓർക്കും. എന്റെ ജീവിതം വെറുതെയായി പോകില്ല. എന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കപ്പെടും. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറും എന്ന ഉറച്ച തീരുമാനം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്:
നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും കൺട്രോള് നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ ആരാണെന്ന് ഞാൻ നിർവചിക്കും, മറ്റൊരാളോ സാഹചര്യങ്ങളോ അല്ല. ഒടുവിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ആ ചോദ്യം വരും, ഞാൻ ആരാണ്? അതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ, ഞാനൊരു ചാമ്പ്യനാണ്. തോൽക്കാൻ തയ്യാറല്ലാത്ത, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഒരു ചാമ്പ്യൻ. ഈയൊരു ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈയൊരു ശക്തമായ ആശയം നിങ്ങളിലേക്ക് തന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുകയാണ്. ഓർക്കുക, നിങ്ങളുടെ ഭാവനയാണ് നിങ്ങളുടെ ഭാവിയുടെ രൂപരേഖ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനായി നിങ്ങൾ എന്താണ് ഭാവന ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ ഈ വിവരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.